ലന്താന ക്യാമറ പേര് കേട്ട് പേടിക്കേണ്ട. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊങ്ങിണിച്ചെടി. അത് മതി. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള അധിനിവേശ സസ്യങ്ങളിൽ ഒന്നായ കൊങ്ങിണിച്ചെടിയുടെ പിന്നാമ്പുറത്ത് തീർത്തും നിരുപദ്രവകാരിയും പരോപകാരിയുമായിട്ടുള്ള നേരാങ്ങളയുടെ പനകയറ്റം അരങ്ങേറുന്നു. 19ാം പനയിൽ പാതിയോളം കയറി 15ാം പനയുടെ ഒടുക്കത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മേപ്പോട്ട് നോക്കി പനങ്കായ്കൾ അത്രമേൽ മൂത്തില്ലെന്ന് ഉറപ്പിച്ച് വീണ്ടും മേലോട്ട് കയറുന്നു. മംഗലം ഡാമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പ്രാന്തെടുത്ത് വന്ന പൂന്തനലിൽ ആടിയുലയുന്ന വാഴക്കൈയും തെങ്ങിന്റെ പട്ടയും എന്റെ കണ്ണുകൾക്ക് തടസ്സം സൃഷ്ടിച്ച് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതും എന്നോട്. വിടില്ല ഞാൻ. തെല്ലൊന്ന് മാറി നിന്നു. ഗതാഗത യോഗ്യമായ വഴിയിൽ വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ചിഹ്നം വിളിക്കാൻ ഗുരുവായൂർ കേശവനെയും തെച്ചിക്കോട്ട് രാമചന്ദ്രനെയും പോലെ നേരാങ്ങളയുടെ പത്നി അങ്ങേ തലയ്ക്കലും ഞാൻ ഇങ്ങേ തലയ്ക്കലും നിലയുറപ്പിച്ചു. കണ്ണിൽ കുത്തി കത്തുന്ന സൂര്യനെ അവിടെ നിന്ന് കത്തിക്കോന്നും പറഞ്ഞ് നേരാങ്ങള തുരുതുരാ പനങ്കുലകൾ വെട്ടി താഴെയിട്ടു. കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ആശാൻ കാര്യനിർവഹണം നടത്തി താഴെ എത്തി. ഒറ്റ കുതിപ്പിൽ നിലംപതിച്ച് 4 പാടും ചിതറിത്തെറിച്ച പനങ്കായ്കൾ ഒന്നൊഴിയാതെ പെറുക്കി കൂട്ടി. പാപ്പാക്ക് മൂത്തവരെയൊക്കെ ഞങ്ങള് പണ്ടങ്ങ എന്നാണ് വിളിക്കാറ്. ഇക്കൂട്ടത്തിലും അത്തരം വാപ്പാക്ക് മൂത്തവന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ അപ്പൊ തന്നെ അമ്മപ്പനയുടെ ചോട്ടിയിൽ തന്നെ ബലി കൊടുത്ത് ഒഴിവാക്കി. ഈ കയറ്റത്തിലും ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് ഇത് കാണുമ്പോ ചിലരെങ്കിലും ആശ്വസിക്കും. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. നല്ലത് 4 ആണെങ്കിലും ഉള്ളത് മതി എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പാലക്കാടിന്റെ ഏറി വരുന്ന ചൂടിനെ പ്രതിരോധിക്കാനുള്ള ചവിട്ടുപടിയായും ഞങ്ങൾ ഇതിനെ കണക്കാക്കി സന്തോഷത്തോടെ മനക്കിലേക്ക് മടങ്ങുന്നു. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.